നമസ്കാരം. കേരളത്തിലെ മാർക്സിസം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ജോൾസിന്റെ അടുത്തെത്തി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. അതെ സുഹൃത്തുക്കളെ, ഗോവിന്ദൻ മാഷ് ചായ കുടിക്കുകയാണ് മടമടാന്ന്, അതും ജോൾസിനൊപ്പം ഇരുന്ന്. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ചക്കരമുത്തായിരുന്ന, ഇപ്പോഴല്ല പണ്ടത്തെ ചക്കരമുത്തായിരുന്ന ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ ടി ശക്തിധരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഇത്. ശക്തിധരൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം, നീ വേഗം കാണിക്കാൻ. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ കൈതോലപ്പായിൽ പണം കടത്തിയ CPM ഉന്നതനെ കുറിച്ച് പറഞ്ഞ ശക്തിധരൻ ഓർമ്മ കാണും, നമ്മൾ മറക്കൂല. അത് തന്നെയാണ് ഇത്. പുള്ളിക്കാണല്ലോ മറ്റാരെക്കാളും ഇടതുപക്ഷത്തെ നന്നായി അറിയാവുന്നത്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുള്ളി ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ്. MV ഗോവിന്ദനൊപ്പം പൊതുവാൾ, ഇങ്ങനെയാണ് ചിത്രത്തിന്റെ അടിക്കുറിപ്പ്. അതായത് MV ഗോവിന്ദ മാഷിനൊപ്പം പ്രശസ്ത ജോത്സ്യൻ മാധവ പൊതുവാൾ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. ഞങ്ങൾ വിശ്വാസങ്ങൾക്ക് എതിരാണേ. തങ്കമണി സഹാവ് പറഞ്ഞു, കൊടുങ്ങല്ലൂർ വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അമ്മ ഇവിടെ ചെറുപ്പശ്ശേരിയല്ലേ? അത് എന്റെ അമ്മ. ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഒരു മാസത്തിനിടെ 3 തവണ ഗോവിന്ദ മാഷ് പ്രശസ്ത ജോത്സ്യനായ മാധവ പൊതുവാളെ കാണാൻ അങ്ങ് കണ്ണൂരിലെത്തി. പയ്യന്നൂർക്കേ ഇത് ഞാൻ പറയുന്നല്ലോ കേട്ടോ, കരകമ്പിയാണ്, കരകമ്പി. പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മളൊക്കെ പ്രശ്നപരിഹാരത്തിന് ജോത്സ്യരെ കാണാൻ പോകുന്നത്. ഇവിടെ അതൊക്കെ സംഭവിച്ചുള്ളൂ. അമ്പലങ്ങളിൽ പോകാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഗുരുവായൂരിൽ പോയിട്ട് തുലാഭാരവും പൂമുടൽ ചടങ്ങും ഒക്കെ അങ്ങ് നടത്തും. പാർട്ടിക്കാര് നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് അമ്പലം പള്ളിയും കാണിക്കാനാ. ആത്മാർത്ഥ വേണം സഖാവേ, ആത്മാർത്ഥ. 10ാം ഉദയത്തിന് AKG സെന്ററിന്റെ പാലുകാച്ചൽ നിശ്ചയിക്കാനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ദിവസം നോക്കാനും ഒക്കെ CPM സംസ്ഥാന സെക്രട്ടറി ജോൾസിനെ കണ്ടത് തെറ്റെന്നാക്കെങ്കിലും പറയാൻ പറ്റും. തെറ്റല്ല. തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും? VS അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ നാട്ടിലെ ജോത്സ്യന്മാരുടെ അടുത്തൊന്നും പോവാറില്ലല്ലോ. എന്നാൽ ആരും അറിയാതെ പൊതുവാളിനെ പോയി കാണാതെന്തിനാണാവോ കവടിനിരത്തും, പ്രശ്നപരിഹാരം തേടും. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇടഞ്ഞ് നിൽക്കുന്ന ശക്തിധരനെ പോലുള്ളവർ ഇതൊക്കെ നാട്ടിൽ പാട്ടാക്കും, ഇതൊക്കെ നാട്ടുകാരറിയും, ഫേസ്ബുക്കിൽ പോസ്റ്റും. എന്തായാലും ഈ ചിത്രം സഖാക്കൾ സേവ് ചെയ്തങ്ങ് വെച്ചേക്കണം. 10 വർഷം കഴിയുമ്പോഴേ ചിലപ്പോൾ ആവശ്യം വരും. ഇതാണ് യഥാർത്ഥ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. പിന്നെ ഈ കേരയിൽ വരുമ്പോൾ നടത്തേണ്ട അപ്പക്കച്ചവടത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടി പോയതാണെന്ന് ചിലപ്പോൾ ക്യാപ്സ്യൂൾ വരുവേ. ഞാൻ അത് വന്നോന്നൊന്ന് നോക്കിയിട്ട് വരാം.